അഭിഷേക്, ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകളെ മാത്രമല്ല, യുവാക്കളെ കൂടിയാണ്, പ്രത്യേകിച്ച് സ്വവർഗാനുരാഗികളായ യുവാക്കളെ. അത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നൊരു കേസ് വരുന്നുണ്ട്. അതായത് ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് അവശനാക്കി സുമതി വളവിൽ തള്ളി എന്ന രീതിയിലാണ് ആ കേസ് വന്നിരിക്കുന്നത്. അപ്പം ലക്ഷ്യം പണം മോഷ്ടിക്കുക, ആഭരണങ്ങൾ മോഷ്ടിക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ. അപ്പോൾ ഇങ്ങനെ 100-ലധികം കേസുകൾ ഇവരുടെ പേരിൽ തട്ടിപ്പുകാർക്കെതിരെ വന്നിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് സുമതി വളവ് എന്നുള്ള ഒരു സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുമതി വളവിൽ നിന്ന് ഇങ്ങനെ ഒരു ക്രൈം വരുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു സംഭവം? സമീപകാലത്തായിട്ട് ഇത്തരം ഡേറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ ധാരാളമായിട്ട് കാണാറുണ്ട്. ഇതിന് പിന്നാലെ പോകാൻ ആളുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയാവാൻ നിന്നു കൊടുക്കാനും ആളുണ്ട് എന്ന രീതിയിലാണ്. അത്തരത്തിൽ ആളുകൾ ചെന്നില്ലെങ്കിൽ, കസ്റ്റമേഴ്സ് ചെന്നില്ലെങ്കിൽ അവർ ആപ്പിൻ്റെ പരസ്യം കാണിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അത്തരത്തിൽ ധാരാളം ആപ്പുകൾ സ്ത്രീകളെയും പുരുഷന്മാരെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വവർഗാനുരാഗികളെയും ഒക്കെ ലക്ഷ്യം വെച്ചുള്ള ആപ്പുകൾ സജീവമാണ്. ഇത്തരത്തിൽ ഓരോ പുതിയ പുതിയ തട്ടിപ്പിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ മലയാളികളും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സുമതി വളവ് എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയ വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയാണ് സുമതി വളവ് ആസ്പദമാക്കി ഇത്തരത്തിലൊരു ക്രൈം നടന്നിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 7-ാം തീയതി ഉച്ചയ്ക്ക് 12:45 ഈ വെഞ്ഞാറമൂട് സ്വദേശിയായ ഒരു യുവാവാണ്. ഇയാൾ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് വന്ന് വെഞ്ഞാറമൂട്ടിൽ താമസമാക്കിയ ഒരു തമിഴ് യുവാവാണ്. ഈ യുവാവിനെ ഗ്രിൻഡർ എന്നു പേരുള്ള ഒരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ തട്ടിപ്പുകാർ വലയിലാക്കുന്നത്. അങ്ങനെ നേരിൽ കാണാമെന്ന് വിശ്വസിപ്പിച്ച് ഈ യുവാവിനെ മൂക്കുന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടേക്ക് വിളിച്ചു വരുത്തി ഈ കാറിൽ ഈ യുവാവും, ഇയാളുമായിട്ട് സൗഹൃദമുണ്ടാക്കിയ യുവാവും, അതുപോലെ തന്നെ ഈ തട്ടിപ്പുകാർ ബാക്കിയുള്ള സംഘാംഗങ്ങളും കാത്തിരിക്കുന്നു. ഈ കാത്തിരുന്ന ഇവർ ഈ യുവാവിനെ ആലന്തറയിൽ ഇറക്കി വിടാമെന്ന് പറഞ്ഞ് കാറിലേക്ക് കയറ്റുന്നു. അങ്ങനെ ആലന്തറ പിന്നിട്ട് അതിനുശേഷവും ഈ കാർ കൂട്ടാക്കാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇവർ പോകുന്നത് പാലോടേക്കാണ്. പാലോടാണ് കുപ്രസിദ്ധമായ സുമതി വളവ്. ഈ സുമതി വളവിലേക്ക് എത്തിച്ച് ഇയാളെ വിവസ്ത്രനാക്കി ഇയാളുടെ നഗ്ന ഫോട്ടോകൾ ഇവർ ശേഖരിച്ചു. അതിനുശേഷം ഈ യുവാവിനോട് പറയുകയാണ്, നിങ്ങളുടെ ഈ നഗ്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാക്കും, നാണം കെടുത്തും എന്ന് പറഞ്ഞ് ഇയാളുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇയാളുടെ 2 പവൻ തൂക്കമുള്ള മാലയും 1/2 പവൻ തൂക്കമുള്ള മോതിരവും ഊരി വാങ്ങി ഇയാളെ പാലോടെ സുമതി വളവിൽ ഉപേക്ഷിച്ചതിന് ശേഷം ഇവർ കടന്നു കളയുകയായിരുന്നു. 8-ാം തീയതിയാണ് ഈ തട്ടിപ്പിനിരയായ യുവാവിൻ്റെ പിതാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ ഒരു പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണിത് വളരെ വിസ്തൃതമായ ഒരു കുറ്റകൃത്യമാണ്. ഇത്തരത്തിൽ നിരവധി യുവാക്കളെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു, ഇവരുടെ വലയിൽ ചെന്ന് വീണിട്ടുണ്ട് എന്ന് അറിയുന്നത്. ഗ്രിൻഡർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇതിലേക്ക് പോലീസിന് ഈ തട്ടിപ്പുകാരിലേക്ക് എത്താൻ വളരെ പ്രയാസമായിരുന്നു. കാരണം ഇത് നമ്മുടെ സാധാരണ മൊബൈൽ ഫോൺ കോൾ സിം വഴിയുള്ള കമ്മ്യൂണിക്കേഷനല്ല ഇവർ തമ്മിൽ നടന്നിട്ടുള്ളത്, ആപ്പ് വഴിയാണ്. ഇത്തരത്തിലുള്ള ആപ്പുകളിലൂടെ സംസാരിക്കുമ്പോൾ ഈ ഡാറ്റ ആപ്പുകൾ ഒരുപക്ഷെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇത് ട്രേസ് ചെയ്യുക സാധ്യമല്ല, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുകാരുടെ ഡേറ്റ അടക്കം ഡിലീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇത് പിന്നീട് സൈബർ ഫോറൻസിക്കിൻ്റെ സഹായത്തോടു കൂടി റിക്കവർ ചെയ്തെടുത്തതിന് ശേഷമാണ് പ്രതികളിലേക്ക് എത്തിയത്. ഈ സുമതി വളവ് എന്ന പേരാണ് ഈ കേസിൻ്റെ പ്രധാന ആകർഷണം. സുമതി വളവിൻ്റെ കഥയും കൂടി ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഏകദേശം 70-ലധികം വർഷങ്ങളായി സുമതി വളവ് കുപ്രസിദ്ധി നേടിയിട്ട് 1953 ജനുവരി 27 അവിടെ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേരിലാണ് ആ ഒരു വളവ് അറിയപ്പെടുന്നത്. സുമതി എന്ന 19 വയസ്സുകാരിയായ പെൺകുട്ടി. ഈ പെൺകുട്ടി ഒരു അരിക്കച്ചവടക്കാരിയുടെ മകളാണ്. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ഈ പാലോടിനടുത്തുള്ള മൈലംമുട്ടിലെ താണു മുതലാളിയുടെ കടയിൽ, ഇയാളൊരു വ്യാപാരിയാണ്, ഇയാളുടെ വീട്ടിലെ വേലക്കാരിയായിട്ടാണ് ജോലി ചെയ്ത് വന്നിരുന്നത്. ഈ ജോലി ചെയ്ത് ഈ വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെ ഈ മുതലാളിയുടെ മകനുമായിട്ട് ഇവർ പ്രണയത്തിലാവുന്നു. ആ പ്രണയബന്ധത്തെ തുടർന്ന് സുമതി ഗർഭിണിയാകുന്നു. അങ്ങനെ ഗർഭിണിയായ സുമതി തന്നെ കല്യാണം കഴിക്കണമെന്ന് തൻ്റെ കാമുകനായ രത്നാകരനോട് ആവശ്യപ്പെടുന്നു. രത്നാകരൻ ഇതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇവരുടെ സമ്മർദ്ദത്തിനൊടുവിൽ ഇവളെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സമീപത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് കൊണ്ടുപോകുന്നു. മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് 53-ൽ നടന്ന സംഭവമാണ്. ദേവീക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കാറിൽ കയറ്റി ഈ രത്നാകരനും സുഹൃത്തും ചേർന്ന് നേരെ പാലോട് സുമതി വളവ് എന്ന് പറയുന്നത്, അതൊരു നിഗൂഢത, കാഴ്ചയിൽ നിഗൂഢമായി തോന്നുന്ന പ്രദേശമാണ്. പാലോട് നിന്ന് 14 കിലോമീറ്റർ അകലെ റിസർവ് ഫോറസ്റ്റിലാണ് ഈ പറയപ്പെടുന്ന പ്രദേശം. അന്ന് വരെ ഒരു വളവൊക്കെ, ഒരു വളവ്
കാട്ടിലൊരു വളവ് എന്നതിൽ കവിഞ്ഞ് അവിടെ പ്രേതബാധയോ മറ്റെന്തെങ്കിലും ശല്യമോ ഉണ്ടായതായി 1953 സുമതി കൊല്ലപ്പെടുന്നത് വരെ കേട്ടുകേൾവി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ സുമതി വളവ്, ഇന്നത്തെ സുമതി വളവിലേക്ക് എത്തുന്ന ഇവർ ഈ പെൺകുട്ടിയെ കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു. ഗർഭിണിയായ പെൺകുട്ടി അവിടെ വെച്ച് കാമുകനാലും സുഹൃത്തിനാലും കൊല്ലപ്പെടുന്നു. ശേഷം ഈ കാട്ടിൽ തന്നെ ഈ വളവിൽ ഉപേക്ഷിച്ച് ഇവർ കടന്നു കളയുന്നു. ഈ കേസിൽ പിന്നീട് പിറ്റേ ദിവസം ഈ ഈറ്റ വെട്ടാൻ വന്ന ആദിവാസികളാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നതും ഇത് പോലീസിൽ അറിയുന്നതും. അങ്ങനെ 6 മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ഈ പ്രതിയായ രത്നാകരനിലേക്കും ഇയാളുടെ സുഹൃത്തിലേക്കും എത്തുന്നത്. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു എന്നാണ് കഥ പറയുന്നത്. നമുക്കറിയില്ല, ഏകദേശം 76 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞതിന് ശേഷം സുമതി വളവ് ആളുകൾക്കൊക്കെ ഒരു പേടി സ്വപ്നമായ ഒരു സ്ഥലമായി മാറി. പിന്നീട് അത് പ്രമേയമാക്കി സിനിമകൾ വന്നു. അതിനെല്ലാം മുൻപ് ഈ പാട്ടുകളായി സുമതി വളവ് വളരെ പ്രചാരം നേടിയിരുന്നു. ഈ കല്ലറ, പാങ്ങോട് ചന്തകളിൽ ഈ സുമതി വളവിനെ കുറിച്ചുള്ള പാട്ടുകൾ പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ കഥകൾ പ്രചരിക്കാറുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഈ വളവിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഇവിടെ എത്തുമ്പോൾ അസ്വാഭാവികമായ പല കാഴ്ചകൾ കാണാറുണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ചു വന്നിരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകുന്നു, ഹെഡ്ലൈറ്റുകൾ ഓഫാകുന്നു. ഈ ഇരുചക്ര വാഹനങ്ങളിൽ വന്നിരുന്ന യാത്രക്കാർ പെട്ടെന്ന് തെറിച്ചു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. എന്തായാലും ഈ ഒരു വളവ് തട്ടിപ്പുകാർ അവരുടെ കേന്ദ്രമാക്കി മാറ്റി. അല്ലെങ്കിൽ ഈ ഒരു പാവം 19 വയസ്സുകാരിയായ സുമതി എന്ന യുവതിയുടെ പ്രേതമുണ്ടെന്ന് വരുത്തി തീർത്ത് ആ ഒരു വളവ് ഇവരുടെ സാമൂഹിക വിരുദ്ധരുടെ താവളമാക്കി മാറ്റാൻ കുറച്ചുപേരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വെള്ളവസ്ത്രം ധരിച്ച് വളവിൽ വന്ന് നിൽക്കുക, ഒറ്റയ്ക്ക് വരുന്ന വഴിയാത്രക്കാരെ കവർച്ച ചെയ്യുക എന്നടക്കമുള്ള സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അത്തരത്തിൽ അവിടെ താമസിച്ച് വന്ന ആളുകളൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള കഥകളാണ്. പിന്നീട് കഥകളായി ഇൻ്റർനെറ്റ് വന്നതോടെ സുമതി വളവിന് വളരെ പ്രചാരം നേടി. പ്രത്യേകിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി വിടുമ്പോൾ അത് പ്രചരിപ്പിക്കുന്ന ഒരു പേടി, ആ ഭയം സമൂഹത്തിലേക്ക് ഉയർത്തിവിടാൻ ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സുമതി വളവ് അത്തരത്തിൽ വളരെയധികം നിഗൂഢമായി ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് മാറി. അല്ലെങ്കിൽ പാലോട് കാട്ടിലെ ഒരു വളവ് എന്നതിൽ കവിഞ്ഞ് അതിനൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ വരുത്തി തീർക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. സുമതി വളവ്, അതുപോലെ തന്നെ ഒരു ഹൈമവതി കുളം എന്ന് പറയുന്നൊരു കുളമുണ്ട്. യൂണിവേഴ്സിറ്റിക്കകത്ത് കാര്യവട്ടം ക്യാമ്പസിൽ ഒരു വനത്തിൻ്റെ നടുവിൽ ഒരു ജീർണിച്ച നിലയിലുള്ള ഒരു വീട്, ആ വീട്ടിൻ്റെ മുൻപിൽ ഒരു കുളം. ഈ കുളത്തിൽ പകൽ പോലും സൂര്യപ്രകാശം വന്ന് വീഴില്ല. കാരണം അത്രയ്ക്ക് നിബിഡമായ മരങ്ങളാണ് ഇതിന് ചുറ്റും പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഹൈമവതി എന്ന ബ്രാഹ്മണ സ്ത്രീ ഒരു യുവാവിനെ പ്രണയിച്ചിരുന്നു. എന്നാൽ ബ്രാഹ്മണനല്ലാത്ത ആ യുവാവിനെ ഈ ഹൈമവതിയുടെ വീട്ടുകാർ കൊലപ്പെടുത്തി. ഇതിൽ മനം നൊന്ത് ഹൈമവതി എന്ന ബ്രാഹ്മണ സ്ത്രീ ആ ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് കാലങ്ങളായി, വർഷങ്ങളായി, ഏകദേശം ഈ ഒരു പറയപ്പെടുന്ന കാലത്തോളം പഴക്കമുണ്ടായിരിക്കുക. അതിനുശേഷം ആ കുളത്തിൻ്റെ പരിസരങ്ങളിലേക്ക് പകൽ പോലും ആളുകൾ പോകാൻ ഭയപ്പെടാറുണ്ടായിരുന്നു. ഈ 2011 തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും ഒക്കെ സംഘടിച്ച് അവിടെ പോയി ഹൈമവതി കുളം സത്യമോ മിഥ്യയോ എന്ന പേരിൽ പകലന്തിയോളം അവിടെ പോയി ചിലവഴിച്ച് റാന്തലൊക്കെ കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് ഇത് പ്രേതം വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. അതൊരു അന്ധവിശ്വാസം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഹൈമവതി കുളം അത്ര പറഞ്ഞു കേട്ടില്ല. കാരണം ആ ഒരു ഭീതി ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെങ്കിലും പോയിട്ടുണ്ടാവണം. അതുകൂടാതെ ബോണക്കാട് ഒരു ബംഗ്ലാവ് ഉണ്ട്, 25 GB ബംഗ്ലാവ്. ഇതൊരു ബോണക്കാട് എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിൽ ഒരു കുന്നിൻ മുകളിൽ ഒരു ബംഗ്ലാവ്, ബ്രിട്ടീഷ് ഭരണകാലത്ത് സായിപ്പ് താമസിച്ചിരുന്ന ബംഗ്ലാവ്. ഈ ബംഗ്ലാവിൽ വെച്ച് സായിപ്പിൻ്റെ മകൾ മരണപ്പെടുന്നു. അതിനുശേഷം സായിപ്പും കുടുംബവും വിദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു. ശേഷം ഈ വീട്ടിൽ കാണപ്പെടുന്ന അസ്വാഭാവികമായ കാഴ്ചകൾ, ഈ പെൺകുട്ടിയുടെ പ്രേതം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ രാത്രികാലങ്ങളിൽ കാൽപ്പെരുമാറ്റവും, സാധാരണ ഈ സിനിമകൾ വന്നതോടെ പ്രേത സിനിമകളിലെ കണ്ടു ശീലിച്ച കുറേ കാര്യങ്ങളുണ്ട്. വെള്ളസാരി ഉടുത്ത, കാലിൽ പാദസ്വരമിട്ട് ഒച്ചത്തിൽ ഒച്ച കേൾപ്പിച്ച് നടന്നു വരുന്ന, ഉച്ചത്തിൽ തനിയെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്ന പ്രേതത്തിന്, ആ ഒരു ടിപ്പിക്കൽ ക്ലീഷേ പ്രേതങ്ങളാണ് ഈ കഥയിലെ എല്ലാം ഉള്ളത്. സായിപ്പിൻ്റെ പ്രേതമാണ്. ഈ സുമതി വളവ് നമ്മുടെ കുഞ്ഞിരാമായണം സിനിമയ്ക്കകത്ത് സൽസ വളവ് പോലെ
വളരെ കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ സുമതി വളവിൽ കാത്തിരുന്ന് പേടിപ്പെടുത്തുന്ന കവർച്ചക്കാരെ പോലെ തന്നെ സുമതി വളവിൽ കൊണ്ടുപോയി തള്ളി ഒരു കേസാണ്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് നിന്ന് കൊടുക്കാൻ കേരളത്തിൽ ആളുകളുണ്ട്. ഈ നമ്മൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ പറഞ്ഞു ഇത് ഇത്തരത്തിൽ 100ഓളം ആളുകളെ തട്ടിപ്പിന് ഇരയാക്കി. 100ഓളം ആളുകൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന പരസ്യങ്ങൾ കാണുക. ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾക്ക് മടിയാണോ, നിങ്ങൾക്കായി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആപ്പുകൾ ധാരാളമായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പൊതുവേ ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളെ വലയിലാക്കുക, അവർക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന അവർക്കൊരു ആശ്വാസമായിട്ട് ഇവർ അവതരിക്കുകയാണ്. അതിനൊരു ഫീസ് ഈടാക്കിക്കൊണ്ട് ചെറിയ സബ്സ്ക്രിപ്ഷൻ എന്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഈ ഒരു ആപ്പിൽ മെമ്പർ ആയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അപരിചിതരുമായിട്ട് സംസാരിക്കാം. ഇവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല, ആപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്തില്ല. പക്ഷേ ഇതുവഴി മറ്റ് വലിയ കവർച്ചകളിലേക്ക്, ഇതിപ്പോൾ പൈസ പോയി, സബ്സ്ക്രിപ്ഷന് പൈസ പോയി, അതിലവർക്കൊരു സന്തോഷമോ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. പക്ഷെ അതിന് ശേഷം നേരിട്ട് കാണാം. ഡേറ്റിംഗ് ആപ്പുകളുടെ പ്രധാന പ്രത്യേകത അതാണ്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നേരിട്ട് കാണുന്നു. അത് ആപ്പിൻ്റെ അധീനതയിൽ വരുന്ന അല്ലെങ്കിൽ ആപ്പിൻ്റെ കാര്യമല്ല. പിന്നീട് അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ആപ്പ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ ധാരാളമായിട്ട് പെരുകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കരുതിയിരിക്കുക, ഇപ്പോൾ ഈ സുവർഗാനുരാഗികളായ യുവാക്കളെ ലക്ഷ്യമിട്ട്, ഇവരെ മാത്രം ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന ഒരു സംഘമാണ് വെഞ്ഞാറമൂട് പോലീസിൻ്റെ പിടിയിലായത്. ചിതറ നിവാസികളായ 4 ചെറുപ്പക്കാരാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. എന്തായാലും വെഞ്ഞാറമൂട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പിൽ 100 എന്ന് പറയുന്നത് ഇനിയും ഉയരുമോ? ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് എത്ര പേരോളം ഈ തട്ടിപ്പുകാരുടെ വലയിലേക്ക് വീണിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയണം. അതിനുശേഷം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും.